ഓക്കെ, ഇന്ന് നമ്മൾ മീനെടുക്കാൻ വന്നിരിക്കുന്നത് അഴീക്കൽ കടപ്പുറത്താണ്, അന്ധകാരനഴി. ഒരു 6:30യോടുകൂടി നമ്മളവിടെ എത്തി. അപ്പോൾ ലേലം വിളി തുടങ്ങിയിട്ടില്ല, മീനൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇത് ഓരോരുത്തർ കൊണ്ടുവരുന്ന മീനാണ്. അപ്പോൾ അവർ ഓരോ സെക്ഷനായിട്ട് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. കൂടുതലും ചെമ്മീനും അതുപോലെ തന്നെ കരിമീൻ, സിലോപ്പി ആണ് കൂടുതൽ വരുന്നത്. പിന്നെ കണ്ണി ഉണ്ടാവും, അതുപോലെ തന്നെ വരാല്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബീച്ചിൻ്റെ സൈഡിലുള്ള സ്ഥലത്താണ്. അവിടെ തന്നെ 3 സെക്ഷനായിട്ടാണ് ലേലം വിളി നടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കുറച്ച് സിലോപ്പി മാത്രമാണ് എടുത്തത്. മീനിന് നല്ല വിലയാണുള്ളത്. അവിടുന്ന് നേരെ അടുത്തുള്ള ചായക്കടയിലേക്ക് ഒരു ചായയും ഒരു പത്തിരിയും കഴിച്ചു. കുറച്ചുകൂടി മീൻ കിട്ടുമെന്ന് നോക്കണം. അതിന് നേരെ നമ്മൾ അടുത്ത ലേലം വിളിക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് അഴീക്കൽ ബീച്ചിൻ്റെ വടക്കേ അറ്റത്തെ പാലത്തിൻ്റെ ഇറക്കത്തിനാണ് അടുത്ത ലേലം വിളിക്കുന്ന സ്ഥലം. അവിടെ കുറേ ബോട്ടുകൾ കിടപ്പുണ്ട്. കുറേ പഴയ ബോട്ടുകൾ, മുങ്ങിയത് അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ കണ്ട് ഒരു 8 മണിയോടുകൂടിയേ അവിടെ ലേലം വിളി തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കറങ്ങി നടക്കുന്നത്. അവിടെയും അത്യാവശ്യം മീനുണ്ട്. പക്ഷേ ഇന്ന് മീനിന് നല്ല വിലയുണ്ട്. ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് മീനെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വിലയുണ്ട് മീനിന്. ഇവിടെയും കൂടുതലും ചെമ്മീനും അതുപോലെ തന്നെ സിലോപ്പിയാണ്. പിന്നെ കുറേ കണ്ണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കണമ്പ്, അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് കുറച്ച് സിലോപ്പിയും അതുപോലെ തന്നെ കുറച്ച് കൂട്ടുമീനും മാത്രമേ എടുത്തുള്ളൂ. വേറെ ഇതിനൊക്കെ നല്ല വിലയായതുകൊണ്ട് നമ്മൾ എടുത്തില്ല. എല്ലാം നല്ല ജീവനുള്ള മീനാണ്, അതുപോലെ തന്നെ ഫ്രഷ് മീനാണ്. സാധാരണ നമ്മൾ ചേർത്തല മാർക്കറ്റ് അല്ലെങ്കിൽ കടപ്പുറത്ത് പോയാണ് മീൻ എടുക്കുന്നത്. അവിടെയൊക്കെ മീൻ കുറവായതുകൊണ്ടാണ് നമ്മൾ നേരെ അഴീക്കിലേക്ക് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. നോക്കിയെടുക്കണമെന്നേ ഉള്ളൂ. കൂടുതൽ ഫ്രഷ് മീനാണ് വരുന്നത്. ചില സമയങ്ങളിൽ മാത്രം ഇച്ചിരി ഇതായിട്ടുള്ള മീൻ വരും. അത് നമ്മൾ നോക്കിയെടുത്താൽ മതി. അവിടുന്ന് മീനും എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക്. നമ്മൾ ഏകദേശം ഒരു 15 കിലോ മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലും സിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തട്ട് വരുന്നത് നെടുമ്പക്കാട് ജംഗ്ഷൻ്റെ പറ്റയാണ്.